ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. രണ്ടാം നിലയിലെ ഹാളിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിൽ ഇരിക്കുകയാണ് ലച്ചു. അവളുടെ മടിയിലായി ഒരു ചിരിയാലെ അവനും. അവരുടെ സൈഡിൽ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായ ആ പിയാനോയും സ്ഥാനം പിടിച്ചിരുന്നു. അച്ഛയുടെ പൊന്നൂസെ, അമ്മ മോൾക്ക് ഫുഡ് തന്നില്ലെങ്കിൽ അച്ഛയോട് പറയണേ. പൊന്നൂസും കൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അമ്മയ്ക്ക് നല്ല ഇടി വെച്ചു കൊടുക്കാട്ടോ. അപ്പോഴേക്കും അകത്തുള്ള ആള് മേളം തുടങ്ങി. ആ, അവരൊരു അച്ഛനും മോളും വന്നിരിക്കുന്നു. അല്ല ശ്രീയേട്ടാ, നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിച്ചോ പെണ്ണാണെന്ന്? എന്താ സംശയം? ഇവളെ എന്റെ മോളാ അല്ലേടി ചക്കരെ? ഓ, അച്ഛനെ പുച്ഛിച്ചത് പുന്നാര മോൾക്കങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. നല്ല ചവിട്ടാ. ആ, ആരോട് പറയാൻ? ഇപ്പൊ ആർക്കും എന്നെ വേണ്ടല്ലോ. അയ്യോടാ. അവൻ കൊഞ്ചലോട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ചെറുതായി വീർത്തു നിൽക്കുന്ന ഉണ്ണിവയറിൽ ഒരു ചെറുമുത്തം നൽകി. എന്റെ കുഞ്ഞൂസിനെ അമ്മയെ വിഷമിപ്പിക്കാതെ നല്ല കുട്ടിയായി ഇരിക്കണം കേട്ടോ. അച്ഛ വേഗം പോയി വരാവേ. ഓഹോ, അന്നാ എന്റെ ഏട്ടൻ നല്ലൊരു പാട്ട് പാടിക്കേ, ഞങ്ങൾ കേൾക്കട്ടെ അല്ലേടാ കുഞ്ഞ? അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ ആക്ഷൻസും കുറുമ്പുമൊക്കെ കണ്ട് അവനൊരു ചിരിയാലെ പാടാൻ തുടങ്ങി. എന്നിട്ട് വളരെ ശ്രദ്ധയോടെ മടിയിൽ നിന്നിറങ്ങി മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളുടെ കവിളുകളിൽ അരുമയായ ഒരു മുത്തം നൽകി. കാത്തിരിക്കേണ്ട നാളുകൾ വരവായി. ഇരുവരുടെയും കണ്ണുകൾ ഈർന്നണിഞ്ഞു. ഒരു നടുക്കത്തോടെ ലച്ചു തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. വറ്റാത്ത നീരുറവ പോലെ കണ്ണുകൾ ചാലിട്ടൊഴുകിക്കൊണ്ടേയിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളുടെ പ്രതിഫലനം എന്നോണം കണ്ണിന് ചുറ്റും കറുപ്പ് നിറം തളം കെട്ടി നിൽക്കുന്നു. സമയം രാത്രി 1:30. എന്തെല്ലാമോ ഓർത്തിരുന്ന് സമയം നടന്നു നീങ്ങിയത് അറിഞ്ഞില്ല. അതേ ഊഞ്ഞാലിലാണ് താൻ ഇപ്പോഴും, പക്ഷേ മാസങ്ങൾക്കിപ്പുറമാണെന്ന് മാത്രം. സൈഡിലായിരിക്കുന്ന പിയാനയിലൂടെ അവളുടെ വിരലുകൾ സഞ്ചരിച്ചു. ഉള്ളു നീറി പുകയുകയാണ്. പെട്ടെന്നാണ് തന്റെ കയ്യിലേക്ക് എന്തോ തണുത്ത ദ്രാവകം പടരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടത്. ഏതോ ഒരു ഉരുപ്രേരണയിൽ അവൾ ഏട്ടാ എന്ന് ഉറക്കെ അലറി വിളിച്ചു. കേട്ടാൽ പോലും വരാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കിയിട്ട് പോലും. എന്നാൽ വീട്ടിലെ മറ്റുള്ളവരെ പോലെ അവളുടെ കരച്ചിൽ കേട്ടില്ലാതെ നടിക്കുവാൻ അവളെ അമ്മയെപ്പോലെ കാണുന്ന ആ അനിയനും ഒരു ചേച്ചിയുടെ സ്ഥാനം നൽകിയ അവളുടെ അനിയത്തിക്കുട്ടിക്കും കഴിഞ്ഞില്ല. നിരഞ്ജൻ എന്ന രഞ്ജുവേട്ടൻ വേഗം തന്നെ മുറിയിൽ നിന്ന് മുകളിലേക്ക് ഓടി ലച്ചുവിനെ എടുത്ത് കാറിന്റെ അടുത്തേക്ക് നടന്നു. അത് പ്രതീക്ഷിച്ചെന്ന പോലെ 1000 പ്രാർത്ഥനയോടെ ജാൻവിക എന്ന ജാനിയും അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഒരു പരിഭ്രാന്തിയോടെ അവൾ ഉടൻ തന്നെ കാർ എടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. എന്തോ ഓർത്തെന്ന പോലെ ലച്ചുവിന്റെ ആ കഠിന വേദനയിലും മനസ്സിലെ ഏതോ ഒരു കോണിൽ ഒരു കുഞ്ഞു പുഞ്ചിരി മുട്ടിട്ടു. ലേബർ റൂമിലേക്ക് സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുപോകുമ്പോൾ അവൾ മനസ്സിലാക്കിയിരുന്നു, ഇനി ബാക്കിയായുള്ളത് ഒരു വിട പറച്ചിൽ മാത്രമാണെന്ന്. തന്നെ സ്വാർത്ഥത തെല്ലുമേൽക്കാതെ സ്നേഹിച്ച റാമിനെയും ജാനിമോളുടെയും സങ്കടം കണ്ട് എന്റെ മനസ്സിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇരുവരുടെയും തന്നോടുള്ള അതിരുകൾ കൽപ്പിക്കാത്ത സ്നേഹം അവളിൽ സന്തോഷം നിറച്ചു. എന്തെന്നില്ലാതെ കണ്ണുകൾ നിറഞ്ഞു. അവഗണനകൾ മാത്രം ഏറ്റുവാങ്ങിയ തന്നെ ഭൂതകാലത്തിലൂടെ അവളുടെ മനസ്സ് സഞ്ചരിച്ചു. ഒരു അവസാന യാത്ര എന്ന പോൽ. ഒരുപാട് സങ്കടങ്ങളും ഒപ്പം തന്നെ തന്റെ നല്ല പാതയോടൊത്ത് സന്തോഷവും നൽകിയ ആ ഒരു പിടി ഓർമ്മകൾ. അച്ഛനമ്മമാരിൽ നിന്ന് യാതൊരുവിധ സ്നേഹവും ലഭിച്ചിട്ടില്ല. അവർക്ക് പെണ്ണായി ജനിച്ച ഞാൻ എന്നും ഒരു ശാപമായിരുന്നു. ഏട്ടന്റെ കരുതൽ 10ാം ക്ലാസ് വരെ അനുഭവിക്കാൻ കഴിഞ്ഞു. അച്ഛന്റെ സ്നേഹം അറിയാതെ എനിക്ക് എന്നും അതൊരു സന്തോഷമായിരുന്നു. ഏട്ടൻ തുടർ പഠനത്തിനായി സ്റ്റേറ്റ്സിലേക്ക് ചേക്കേറിയപ്പോഴാണ് ശരിക്കും ഒറ്റപ്പെട്ടല്ലോ എന്ന സങ്കടം മനസ്സിലേക്ക് വന്നു മൂടിയത്. ലീവിന് വന്നപ്പോഴേക്കും സ്വഭാവത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എല്ലാവരെയും പോലെ ഏട്ടനും എന്നെ വേണ്ടാതായി. പണ്ട് മുതലേ ആരോടും കൂട്ടില്ലാത്ത എനിക്ക് എവിടേക്കെന്നില്ലാത്ത ഒരു ഉൾവലിവ്. ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീയേട്ടന്റെ ആലോചന വന്നത്. നാടിനെ കാക്കുന്ന ഓരോ ജവാന്മാർക്കും അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. അവരുടെ നല്ല പാതിയാകാൻ ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കം. ഓരോ മാതാപിതാക്കൾക്കും മക്കളോടുള്ള കരുതൽ. പക്ഷെ എന്റെ കാര്യത്തിൽ ആ പേടി നൽകാൻ ആരും തന്നെ ഇല്ലായിരുന്നത് കൊണ്ട് ഡിഗ്രി ലാസ്റ്റ് ഇയർ ഞാൻ ശ്രീയേട്ടന്റെ പെണ്ണായി ശ്രീലയം തറവാട്ടിലേക്ക് വലതുകാൽ വെച്ചു. സീതാലക്ഷ്മി ശ്രീരുദ്ർ ഏട്ടനാണ് എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ മുൻകൈ എടുത്തത്. അതിലൂടെ തന്നെ അമ്മായിമ്മ പോര് പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമായി നടന്നുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ഒപ്പം താങ്ങായി തണലായി ശ്രീയേട്ടനുള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പി ആയിരുന്നു. ഇവിടെ നിന്നും കിട്ടാത്ത കെയർ, പരിഗണന എല്ലാം എനിക്ക് ആ വീട്ടിൽ നിന്നും ലഭിച്ചു. രഞ്ജുവേട്ടന്റെ പ്രണയവിവാഹമായിരുന്നു. ചേട്ടന് മുൻപ് അനിയനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നു എന്നായിരുന്നു തുടക്കം. പിന്നെ ജാനുമോൾക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന സങ്കടം അവരിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു മാതൃഹൃദയം ഉണ്ടായാൽ മാത്രം പോരല്ലോ.
ഏട്ടനും അനിയനും എന്നും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ബട്ട് രഞ്ജു ഏട്ടൻ അമ്മയെ മൈൻഡ് ചെയ്യാറില്ല. ശ്രീയേട്ടൻ പുറത്തു പോയ ഒരു ദിവസം അമ്മ എന്നെ എന്തോ പറഞ്ഞു പതിവടി നൽകാൻ നിൽക്കുമ്പോഴാണ് രഞ്ജുവേട്ടൻ കയറി വരുന്നതും എനിക്കായി സൈഡ് പറഞ്ഞതും. അന്നു മുതൽ എന്തോ ഒരു ആത്മബന്ധം ഏട്ടനോടുണ്ട്. എന്നെ സ്നേഹിക്കാൻ കുറച്ചു പേർ. അന്നു മുതൽ ഏട്ടൻ എനിക്ക് രഞ്ജുവായി, ജാനിമോൾ അനിയത്തിയും. ഞാൻ അവർക്ക് രണ്ടുപേർക്കും ഏട്ടത്തിയമ്മയും. 2-ാം മാസം ആയപ്പോൾ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. ഞങ്ങളുടെ ആദ്യ കൺമണി. എനിക്ക് 2 മന്ത്സ് ഉള്ളപ്പോഴാണ് 6 മാസത്തിനായി ലീവ് എടുത്തു വന്ന ഏട്ടൻ തിരിച്ചു ജമ്മുവിലേക്ക്. നാടിന്റെ പടനായകൻ ക്യാപ്റ്റൻ ശ്രീരുദ്ർ ശ്രീലയൻ. ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴും എന്നെ ഇടം വലം തിരിയാതെ സൂക്ഷിക്കാൻ എന്റെ അനിയത്തിക്കുട്ടിയും അനിയൻകുട്ടനും ഉണ്ടായിരുന്നു. 9-ാം മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞ് ഒരു കുഴപ്പവുമില്ല എന്ന സന്തോഷത്തിൽ വീട്ടിലേക്കെത്തിയ എനിക്ക് ആ സന്തോഷം എവിടെയോ പോയി മാഞ്ഞു. വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന എന്റെ പ്രാണന്റെ ശരീരം, ഒപ്പം നെഞ്ചിലായി ചേർത്ത് വെച്ചിരിക്കുന്ന പല മെഡലുകളോടൊപ്പം ധീരതയ്ക്കുള്ള അവാർഡും, നാടിനായി വീരമൃത്യു. കുഞ്ഞിന്റെ കരച്ചിലാണ് എന്നെ മിദ്യയിലേക്ക് എത്തിച്ചത്. എന്റെ പൊന്നോമന, അച്ഛന്റെ മകൻ. വളരെ പതുക്കെ എന്റെ കണ്ണുകൾ അടഞ്ഞു വന്നു. അവസാന ആഗ്രഹവും സബലീകരിച്ച് അവൾ തന്റെ കണ്ണുകൾ നിദ്രാദേവിക്കായി വിട്ടു നൽകി. സമയപരിധികളില്ലാത്ത ഒരു നിദ്ര. അങ്ങ് മേഘങ്ങൾക്കപ്പുറം അവളുടെ കൈകൾ അവനിലേക്ക് ചേർക്കുമ്പോൾ ആ ഇരു ഹൃദയങ്ങളും ഒരേപോലെ ചലിച്ചു. എന്നാൽ മാതാപിതാക്കൾ സംതൃപ്തിയിലായിരുന്നു. നക്ഷത്രക്കൂട്ടങ്ങളിലേക്ക് കൂടുകൂട്ടുന്നതിന് മുൻപ് അവർ കണ്ടു തങ്ങളുടെ പൊന്നോമനയെ നെഞ്ചോടടക്കി പിടിച്ചു കരയുന്ന രഞ്ജുവേട്ടനെയും ജാനുമോളെയും.